വച്ചടി കയറ്റവും ലാഭക്കണക്കുമായി സർക്കാർ കേരള ബാങ്കിനെ കൊണ്ടാടുകയായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു തിരിച്ചടി കേരള ബാങ്കിനെ തേടി വന്നിരിക്കുന്നത്. സി ക്ലാസ് പട്ടികയിലേക്ക് കേരള ബാങ്കിനെ തരം താഴ്ത്തിയുള്ള റിസർവ് ബാങ്കിന്റെ ഉത്തരവാണ് കടുത്ത പ്രഹരമായി വീണിരിക്കുന്നത്. വായ്പാ വിതരണത്തിൽ അടക്കം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ് നടപടി. ഇതോടെ കേരള ബാങ്കിന് ഇനി 25 ലക്ഷത്തിന് മുകളിൽ വ്യക്തിഗത വായ്പ നൽകാനാവില്ല. നൽകിയ വായ്പകൾ ഘട്ടം ഘട്ടമായി തിരിച്ചു പിടിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വായ്പാ നിയന്ത്രണത്തിൽ വിവിധ ശാഖകൾക്ക് കേരള ബാങ്ക് കത്തയച്ചു. നബാർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്കിന്റെ നടപടി. റിസർവ് ബാങ്കിന്റെ പുതിയ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് സി ക്ലാസ് പട്ടികയിലാണെന്നും പുതിയ സാഹചര്യത്തിൽ വ്യക്തിഗത വായ്പകൾ 25 ലക്ഷത്തിൽ കൂടരുതെന്നും കാണിച്ചാണ് കേരള ബാങ്ക് വിവിധ ശാഖകളിലേക്ക് കത്തയച്ചത്. പുതിയ വായ്പകൾ മാത്രമല്ല, 25 ലക്ഷത്തിന് മുകളിൽ ഇതിനകം അനുവദിച്ച വായ്പകളെല്ലാം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരണമെന്നും കത്തിൽ പറയുന്നു. ഇടപാടിൽ 80% വ്യക്തിഗത വായ്പകളാണെന്നിരിക്കെ റിസർവ് ബാങ്ക് തീരുമാനം കേരള ബാങ്കിന് വലിയ തിരിച്ചടിയാണ്. ഭരണസമിതിയിൽ രാഷ്ട്രീയ നോമിനികൾക്ക് പുറമെ ആവശ്യത്തിന് പ്രൊഫഷണലുകൾ ഇല്ലാത്തതും 7% കുറവായിരിക്കേണ്ട നിഷ്ക്രിയ ആസ്തി 11% പുറത്തു പോയതും കേരള ബാങ്കിന് തിരിച്ചടിയായി. വിവിധ സർക്കാർ ഏജൻസികൾക്ക് അനുവദിച്ച വായ്പകൾ വഴി കിട്ടാക്കടവും കുമിഞ്ഞുകൂടി. 2 ലക്ഷത്തിലധികം വരുന്ന സ്വർണ്ണ പണയത്തിന്മേൽ ഒറ്റയടിക്ക് തിരിച്ചടവ് പാടില്ലെന്ന വ്യവസ്ഥ ലംഘിച്ചതിന് നേരത്തെ റിസർവ് ബാങ്ക് കേരള ബാങ്കിന് പിഴയിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ സി ക്ലാസ് പട്ടികയിലേക്കുള്ള തരം താഴ്ത്തൽ. റിസർവ് ബാങ്കിന്റെ നടപടി സർക്കാരിന് കൂടിയുള്ള തിരിച്ചടിയായാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. സഹകരണ മേഖലയുടെ അപക് സ്ഥാപനമായ കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്കുമായി ജില്ലാ സഹകരണ ബാങ്കുകളെ ലയിപ്പിച്ച് 2019 കേരള ബാങ്ക് രൂപീകൃതമാകുന്നത്.